ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 6-ൽ ഗാംഗ്ലിംഗ് പോസ്റ്റിലെ സൈനികർ പതിവ് പ്രഭാത വ്യായാമത്തിൽ പങ്കെടുക്കുന്നതോടെയാണ് ആരംഭിക്കുന്നത്. എല്ലാവരും ക്ഷീണിതരായി കാണപ്പെടുമ്പോൾ സിയോങ് ജി മാത്രം അത്യന്തം ആവേശത്തിലാണ്. കാരണം രഹസ്യമായ ഷെഫ് പാത്ത് സിസ്റ്റം വഴി തന്റെ പാചക നൈപുണ്യം ഒരു ലെവൽ കൂടി ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടെ ഈ വാർത്ത മന്നിക്കിനോട് പറയുമ്പോൾ അവനുടനെ തന്നെ ആ ആവേശം തകർക്കുന്നു. കാരണം ഉടൻ ആരംഭിക്കാനിരിക്കുന്ന KCTC പരിശീലനത്തിൽ അവരുടെ എതിരാളികൾ കുപ്രസിദ്ധമായ വൈപ്പർ യൂണിറ്റ് ആണ്. യഥാർത്ഥ ഉത്തര കൊറിയൻ സ്പെഷ്യൽ ഫോഴ്സുകളെ പോലെ പരിശീലനം നേടിയ ഈ സംഘം ഉണ്ടെങ്കിൽ ജയിക്കാനുള്ള സാധ്യത തന്നെ ഇല്ലെന്നാണ് മന്നിക്കിന്റെ അഭിപ്രായം. അതേസമയം അവധി റദ്ദാക്കിയതിന്റെ ദേഷ്യം ഇപ്പോഴും ഡോങ് ഹ്യുൻ മറന്നിട്ടില്ല. രാവിലെ മുഴുവൻ അവൻ എല്ലാവരോടും കയർത്തു പറയുകയാണ്. സിയോങ് ജെയെയും വെറുതെ വിടുന്നില്ല. പക്ഷേ സിയോങ് ജെ തയ്യാറാക്കിയ പുതിയ വിഭവം ഒരു കഷ്ണം രുചിച്ചതോടെ അവന്റെ കോപം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. നല്ല ഭക്ഷണത്തിന്റെ ശക്തിക്ക് മുന്നിൽ സൈനിക ദേഷ്യത്തിനും പിടിച്ചു നിൽക്കാനാവില്ല, അല്ലേ? ഇതിനിടെ സിയോഖോ തന്റെ ഓഫീസിൽ നിന്ന് യേറിനെ രഹസ്യമായി നിരീക്ഷിക്കുകയാണ്. അവളെക്കുറിച്ച് അധികം ചിന്തിക്കരുതെന്ന് മേലധികാരികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അവളെക്കുറിച്ചുള്ള ആശങ്ക മറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. സിയോഹോയ്ക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വികാരങ്ങൾ മനസ്സിലായതുപോലെയാണ്. അല്പസമയത്തിനു ശേഷം KCTC പരിശീലനം ഔദ്യോഗികമായി ആരംഭിക്കുന്നു. യഥാർത്ഥ യുദ്ധാവസ്ഥയെ അനുകരിക്കുന്ന ഈ പരിശീലനത്തിൽ സിയോങ് ജെയും ഡോങ് ഹ്യുനും ഒരു പുരാതന അടുക്കള ട്രെയിലറിലാണ് ജോലി ചെയ്യേണ്ടത്. അത് കണ്ടാൽ ചില സൈനികരേക്കാൾ പ്രായമുള്ളതാണോ എന്ന് പോലെ തോന്നും. ഏതൊരു സാഹചര്യത്തിലും അടുക്കള ഉപേക്ഷിക്കരുതെന്ന് മേലധികാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം മുൻ പരിശീലനത്തിൽ പാചകക്കാർ ഓടിപ്പോയതിനെ തുടർന്ന് മുഴുവൻ യൂണിറ്റും ബിസ്ക്കറ്റ് മാത്രം കഴിച്ച് ജീവിക്കേണ്ടി വന്നിരുന്നു. സൈനികർ കാടിനുള്ളിൽ താൽക്കാലിക ക്യാമ്പ് ഒരുക്കുമ്പോൾ സിയോങ് ജെയും ഡോങ് ഹ്യുനും പഴകിയ ട്രെയിലറിൽ തീ കത്തിക്കാൻ കഷ്ടപ്പെടുകയാണ്. ഒടുവിൽ ഭക്ഷണം തയ്യാറാക്കിയെങ്കിലും ദുരന്തം സംഭവിക്കുന്നു. അവർ ഉണ്ടാക്കിയ ആദ്യ ഭക്ഷണം കഴിച്ച മുഴുവൻ സൈനികർക്കും ഫുഡ് പോയ്സണിംഗ് ഉണ്ടാകുകയാണ്. ക്യാമ്പ് ഉടൻ തന്നെ ഒരു കലാപ മേഖലയായി മാറുന്നു. പരിശീലനത്തിനിടെ ഓടിയതിലും വേഗത്തിൽ സൈനികർ ബാത്റൂമിലേക്ക് പാഞ്ഞോടുകയാണ്. എന്താണെന്ന് എല്ലാവർക്കും കാര്യം പിടികിട്ടിയില്ലേ? എല്ലാവരും വയറുവേദനയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വൈപ്പർ യൂണിറ്റ് അവരുടെ സ്ഥാനം കണ്ടെത്തി ആക്രമണം നടത്തുന്നു. ക്വാൻചോളും ജിയോങ്ങും ഉൾപ്പെടെ നിരവധി സൈനികർ കൊല്ലപ്പെടുന്നു. ഈ ആക്രമണം സിയോങ് ഹോയെ പൂർണ്ണമായും തളർത്തുന്നു. കമാൻഡറായിട്ടും എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഭാഗ്യവശാൽ യേറിൻ നേതൃത്വം ഏറ്റെടുത്ത് എല്ലാവരെയും സുരക്ഷിതമായി പിൻവലിക്കുകയാണ്. പുതിയ സ്ഥലത്ത് എത്തിയപ്പോൾ സൈനികർ വിശന്നും ക്ഷീണിച്ചും നിരാശരായി ഇരിക്കുകയാണ്. അപ്പോൾ ഷെഫ് പാത്ത് സിയോങ് ജെക്ക് ഒരു പുതിയ ദൗത്യം നൽകുന്നു. സൈനികരുടെ ആത്മവിശ്വാസവും മനോവീര്യവും തിരികെ കൊണ്ടുവരണം. ആ രാത്രിയിൽ മറ്റൊരു വിചിത്ര സംഭവം നടക്കുന്നു. മന്നിക്കും സാങ് വൂക്കും കാവൽ നിൽക്കുമ്പോൾ മാലിന്യം ശേഖരിക്കാനാണെന്ന് പറഞ്ഞ് ഒരു സാധാരണക്കാരൻ ക്യാമ്പിലേക്ക് എത്തുന്നു. മന്നിക്കിന് സംശയം തോന്നുമ്പോൾ സാങ് വൂക്ക് അയാൾ നിരപരാധിയാണെന്ന് കരുതുകയാണ്. അയാൾ ക്യാമ്പിലെത്തുമ്പോൾ ഭൂരിഭാഗം സൈനികരും ഉറക്കത്തിലാണ്. ഡോങ് ഹ്യുൻ പോലും അവനെ സാധാരണക്കാരനായി കാണുന്നു. എന്നാൽ തന്റെ പ്രത്യേക മീറ്റർ ഉപയോഗിച്ച് സിയോങ് ജെ അയാളിൽ എന്തോ അസാധാരണത കണ്ടെത്തുകയാണ്. മാലിന്യം ശേഖരിക്കാൻ വന്ന ഒരാൾക്ക് ഇത്രയും ആവേശം എന്തിനാണെന്ന സംശയം തോന്നിയ സിയോങ് ജെ ഉടൻ തന്നെ തോക്ക് ചൂണ്ടി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. യേറിനെത്തി പരിശോധന നടത്താൻ നിർദ്ദേശിക്കുന്നു. പരിശോധനയിൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയാണ്. മാലിന്യം ശേഖരിക്കുവാനെന്ന വേഷത്തിലെത്തിയവൻ യഥാർത്ഥത്തിൽ ശത്രുചാരനായിരുന്നു. ക്യാമ്പിലേക്ക് ശത്രുവിനെ കടത്തിവിടാൻ ഇടയായതിന്റെ പേരിൽ സൈനികർക്ക് കടുത്ത ശാസനം ലഭിക്കുന്നു. ഇതിനിടെ ഫുഡ് പോയ്സണിങ്ങിന്റെ ബുദ്ധിമുട്ടിൽപ്പെട്ട ചുൻ ഇക് കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ വെച്ച് അവൻ കൊല്ലപ്പെടുകയാണ്. ഒരുപക്ഷെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ യുദ്ധമരണം അതായിരിക്കും. ചുൻ ഇക് ഇല്ലാത്തതിനാൽ മിൻഗു താൽക്കാലിക കമാൻഡറാകുന്നു. അതേസമയം മറ്റൊരു പ്രശ്നവും ഉടലെടുക്കുന്നു. മലിനമായ ഭക്ഷണം മുഴുവൻ ഉപേക്ഷിച്ചതും പുതിയ ഭക്ഷണ വിതരണം വൈപ്പർ യൂണിറ്റ് ആക്രമിച്ചതും കാരണം റേഷൻ തീർന്നിരിക്കുകയാണ്. ഇതിനു മുകളിൽ അടുക്കള ട്രെയിലറും തകരാറിലാകുന്നു. ഈ സാഹചര്യത്തിൽ സിയോങ് ജെ ഒരു സാഹസിക പദ്ധതി അവതരിപ്പിക്കുന്നു. മോഷ്ടിക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ തിരികെ കൊണ്ടുവരണം. യേറിൻ, ഡോങ് ഹ്യുൻ, ജെയോങ് എന്നിവരോടൊപ്പം അവൻ ശത്രുക്കളെ പിന്തുടരുന്നു. ഡോങ് ഹ്യുനും ജെയോങ്ങും ശ്രദ്ധ തിരിക്കുമ്പോൾ യേറിനും സിയോങ് ജെയും ഒളിച്ചു കയറി ആക്രമിക്കുന്നു. ഒരു സ്നൈപ്പർ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും പരിചയസമ്പന്നനായ ജെയോങ് അവന്റെ സ്ഥാനം കണ്ടെത്തി നിർവീര്യമാക്കുകയാണ്. അങ്ങനെ അവർ വിജയകരമായി സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നു. എന്നാൽ അഭിനന്ദനം ലഭിക്കുമെന്ന് കരുതിയവർക്ക് പകരം ശിക്ഷയാണ് ലഭിക്കുന്നത്. അനുവാദമില്ലാതെ ക്യാമ്പ് വിട്ടുപോയതാണത്രേ കുറ്റം. ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഷെഫ് പാത്ത് പുതിയൊരു ചേരുവ അവന് നൽകുന്നു. അതുപയോഗിച്ച് സിയോങ് ജെ റൈസ് ബോൾ തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ സൈനികർക്ക് അത് ഇഷ്ടമാകുന്നില്ല. ക്വാൻചോൾ തന്റെ പങ്ക് പോലും വലിച്ചെറിയുകയാണ്. അത് ഉരുണ്ടുപോയി ശത്രുക്കളുടെ ഭാഗത്തേക്ക് വീഴുന്നു.
മനോവീര്യം വീണ്ടും താഴ്ന്നതോടെ സിയോങ് ജെ നിരാശനാകുന്നു. അപ്പോൾ ഡോങ് ഹ്യുൻ പറഞ്ഞ ഒരു കാര്യം അവൻ ഓർമ്മ വരുന്നുണ്ട്. സൈനികർക്ക് എന്ത് ഭക്ഷണവും ഫ്രൈ ചെയ്താൽ മതി, അവർ സന്തോഷത്തോടെ കഴിക്കും. അങ്ങനെ അവൻ റൈസ് ബോൾ ഫ്രൈ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഫലം അത്ഭുതകരമാണ്. സിയോഖോ ആദ്യ കഷ്ണം കഴിച്ചപ്പോൾ ഒരു മുഴുവൻ K-pop ഐഡൽ ഗ്രൂപ്പ് പെർഫോം നടത്തുന്നത് പോലെയാണ് തോന്നുന്നത്. സൈനികർ എല്ലാവരും അതിൽ മതിമറക്കുകയും ക്യാമ്പിലെ മനോവീര്യം കുതിച്ചുയരുകയും ചെയ്യുന്നു. പിന്നീട് ആ രാത്രിയിൽ ക്വാൻ ചോൾ സാങ് വൂക്കിനെ നിർബന്ധിച്ച് ഭക്ഷണം മോഷ്ടിക്കുന്നത് സിയോങ് ജെ കണ്ടെത്തുന്നു. തർക്കത്തിനിടെ അവന്റെ ഷെഫ് ആയി സജീവമാകുന്നുണ്ട്. നിലത്തിനടിയിൽ എന്തോ ഉള്ളതായി അവൻ കാണുന്നു. അത് ശത്രു സൈനികന്റെ കൈവശമെത്തിയ അതേ റൈസ് ബോൾ തന്നെയായിരുന്നു. ആ സൂചന ഉപയോഗിച്ച് യേറിനും സിയോങ് ജെയും വൈപ്പർ യൂണിറ്റിന്റെ സ്ഥാനം കണ്ടെത്തുന്നു. തുടർന്ന് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ അവർ ശത്രുക്കളെ തോൽപ്പിക്കുകയും KCTC പരിശീലനത്തിൽ വിജയം നേടുകയും ചെയ്യുന്നു. എല്ലാം അവസാനിച്ചതായി തോന്നുന്ന സമയത്താണ് എപ്പിസോഡിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എത്തുന്നത്. കാട്ടിൽ വഴിതെറ്റിയ സിയോങ് ജെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്യാമ്പിലെത്തുന്നു. അവിടെ ഒരു സൈനികൻ ഫോണിൽ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇനി ആരുമില്ലെന്നും യേറിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അയാൾ പറയുന്നു. ആവശ്യമെങ്കിൽ അവളെയും ഞാൻ കൈകാര്യം ചെയ്യുമെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ സൈനികൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ സിയോങ് ജെ ഞെട്ടിപ്പോകുന്നു. അത് ലീൻ മിൻഗു ആണ്. ഭയന്ന് പിന്നോട്ടു നീങ്ങിയ സിയോങ് ജെ അബദ്ധത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. മിൻഗു ഉടനെ തന്നെ അവനെ പിന്തുടരാൻ തുടങ്ങുന്നു. എപ്പിസോഡിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു കൊക്കയുടെ അരികിലെ മരക്കൊമ്പിൽ ജീവൻ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് സിയോങ് ജെ. മിൻഗു കടന്നുപോയെന്ന് കരുതി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആ കൊമ്പ് പെട്ടെന്ന് ഒടിയാൻ തുടങ്ങുന്നു. അങ്ങനെ സിയോങ് ജെ ജീവനും മരണത്തിനുമിടയിൽ തൂങ്ങിക്കിടക്കുന്ന ദൃശ്യത്തിൽ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.